സുഹൃത്തുക്കളെ, ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് നമ്മുടെ തമിഴ് നടൻ വിജയ്ക്ക് ഒരു പരസ്ത്രീ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെ വിജയ്ക്ക് തൃഷയുമായിട്ടോ മറ്റോ എന്തൊരു ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കും. പിന്നീട് തൃഷ കേസ് കൊടുക്കുകയും അവസാനം ആ രാഷ്ട്രീയ പ്രവർത്തകൻ അതിൽ മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്ന സന്ദർഭം നമ്മുടെ നാട്ടിലുണ്ടായി, നമ്മുടെ തമിഴ് ലോകത്ത് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നൊരു വാർത്ത. ഇപ്പോഴിതാ വിജയുടെ ഭാര്യ കേസ് കൊടുത്തിരിക്കുന്നു. എന്താണ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം വേർപ്പെടുത്താനുള്ള കേസാണ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ സൈഡിൽ കാണുന്നത് അവർ കൊടുത്ത പെറ്റീഷനാണ്. വിജയും ഭാര്യയും തമ്മിൽ വേറെ പിരിയുന്നു. അതിനുവേണ്ടി അവർ മുന്നോട്ട് വെച്ച കാരണങ്ങൾ കൂടി ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കാരണം കൊണ്ടാണ് വിജയിനെ വേണ്ട എന്ന് അവർ വെക്കുന്നത്? നോക്കൂ, വിജയുടെ ആരാധക വൃന്ദങ്ങളാണ്, സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളൊക്കെ അപാരമായിട്ടുള്ള ആരാധകന്മാരാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ കൂടി ഇറങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം, ഈ ഒരു കുടുംബ പ്രശ്നം വേറെ എന്തെങ്കിലും തരത്തിലൊക്കെ രാഷ്ട്രീയപരമായിട്ട് വിജയിനെ ബാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വരും ദിവസം നമുക്ക് കാണാൻ കഴിയും എന്താണ് വിജയുടെ ഭാര്യ ഡിവോഴ്സ് കേസിൽ ഫയൽ ചെയ്തത്, എന്തൊക്കെ കാരണം കൊണ്ടാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, 2021 ഏപ്രില് ഭർത്താവിന് മറ്റൊരു നടിയുമായി, അതിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റൊരു നടിയുമായി. അത് ഏത് നടിയാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ തമിഴകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തൃഷയാണെന്ന് പറയുന്നവരുണ്ട്, വേറെ നടിമാരൊക്കെ പേരുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെയാലും തൃഷയുമായിട്ട് വിജയ്ക്ക് ഒരു നല്ല ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവിഹിത ബന്ധമായിട്ടൊക്കെയാണോ ഇനിയിപ്പോ ഭാര്യ കാണുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. സിനിമാ നടന്മാർക്ക് ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നല്ല ഒരു ഗുഡ് ഹെൽത്ത് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതിൽ മുഴുവൻ അവിഹിതമായിട്ടൊക്കെ സങ്കല്പിക്കുകയും മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. എന്തൊക്കെയാലും 2021 ഏപ്രിൽ ഭർത്താവിന് മറ്റൊരു നടിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഹർജിക്കാർ കണ്ടെത്തിയെന്ന് പറയുന്നു. ഇതവർക്ക് വലിയ മാനസിക വിഷമത്തിനും വിശ്വാസ വഞ്ചനയ്ക്കും കാരണമായി. സ്വാഭാവികമായിട്ടുള്ളൊരു പരാതിയാണ്, ഒരു ഭാര്യയിൽ നിന്ന് വരേണ്ട പരാതികൾ തന്നെയാണത്. ബന്ധം അവസാനിപ്പിക്കാമെന്ന് അയാൾ ആദ്യം ഉറപ്പ് നൽകിയെന്നും പിന്നീട് യാതൊരു മടിയും പേടിയുമില്ലാതെ അത് തുടർന്നു. അതായത് ആ നടിയുമായിട്ടുള്ള ബന്ധം ഞാൻ ഇനി തുടരില്ല എന്നൊക്കെ വിജയുടെ ഭാര്യയ്ക്ക് ഉറപ്പ് കൊടുത്തു എന്നാ പറയുന്നത്. ഈ വിജയ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ് നടൻ, നമുക്ക് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ. വീട്ടിൽ അയാൾ ഒരു ഭർത്താവാണ്, ഒരു സാധാ ഭർത്താവാണ്, മറ്റാൾ ഒരു സാധാ ഒരു ഭാര്യയാണ്. ആ ഭാര്യയ്ക്ക് ഉറപ്പ് കൊടുത്തു എന്നാ പറയുന്നത്, ഞാൻ ആ ബന്ധം തുടരൂല, ഞാൻ നിർത്തി, ആ നടിയുമായിട്ടുള്ള ഒരു ബന്ധവും ഞാൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തെങ്കിലും ഒരു മടിയും പേടിയും കൂടാതെ ഇയാളത് കണ്ടിന്യൂ ചെയ്തെന്നാണ് പറയുന്നത്. പിന്നീട് അത് ഹർജിക്കാർക്ക് വലിയ കടുത്ത മാനസിക പീഡനമായിട്ട് മാറി. സ്വാഭാവികമാണ്, ഉറപ്പ് കൊടുത്ത സാധനത്തിന് പിന്മാറുന്നത് വെച്ച് മാനസിക പീഡനം തന്നെയാണ്. അവസാനം 2021 സെപ്റ്റംബർ മുതൽ 2022 ഫെബ്രുവരി വരെ വക്കീലന്മാർ മുഖേന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. നോട്ടീസുകൾ അയച്ചെന്ന് പറയുന്നു. ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. കുട്ടികളുടെ പഠനവും മാനസിക നിലയും പരിഗണിച്ചാണ് അന്ന് മറ്റു നടപടികൾ വൈകിപ്പിച്ചെന്ന് പറയുന്നു. അയാളുടെ മോശം പ്രവൃത്തികളോട് ഒരു രീതിക്കും ഈ പെറ്റീഷണർക്ക്, അതായത് ഭാര്യയ്ക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല എന്നാ പറയുന്നത്. വിജയ്ക്ക് ഭയങ്കര മോശം സ്വഭാവമൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. നമ്മളൊന്നും തിരിച്ചറിയപ്പെടാത്ത നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിജയ്, രാഷ്ട്രീയക്കാരനായിട്ടുള്ള വിജയ്, സ്റ്റേജിൽ നിന്ന് നല്ല കുറുക്കി കൊള്ളുന്ന വർത്തമാനങ്ങൾ, കിടാച്ചിട്ട് വർത്തനം പറയുന്ന ഒരു വിജയ്, വായി തുറക്കാതെ സംസാരിക്കുകയും പ്രസംഗിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്ന വിജയ്, ഒരു പ്രത്യേക സ്റ്റൈലൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വിജയ് എന്നെനിക്ക് അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. തമിഴ് എന്താ പറയാ, നടന്മാർക്കുള്ള ആരാധനകൾ കൂടുന്നതിന് കാരണമായിട്ട് ഇവരെ ചില സ്റ്റൈലുകൾ ഭയങ്കര കാരണം. തലയ്ക്കൊരു സ്റ്റൈലുണ്ട്, വിജയ്ക്ക് സ്റ്റൈലുണ്ട്, നമ്മുടെ രജനീകാന്തിന് സ്റ്റൈലുണ്ട്. ആ ഒരു പ്രത്യേക സ്റ്റൈലിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് എന്നാ മതി ഇവന്മാർക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും വേണ്ട, എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോയാൽ മതി. എന്തായാലും അയാൾ ഭാര്യയെ മാനസികമായും ശാരീരികമായും പൂർണ്ണമായി അവഗണിക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത്. എല്ലാ രീതിയിലും അകലം പാലിക്കുകയും ഭാര്യയെ ഒറ്റപ്പെടുത്തി അവളെ ടോർച്ചർ ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പെറ്റീഷനിൽ കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാണുന്ന പോലത്തെയുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. ഭർത്താവിന് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടാകും.
ഒരു നടി എന്നതിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ നടി ആര് എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഒരു കൺഫ്യൂഷൻ, ആരാണ് നടി എന്ന് പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പല നടിമാരുമായിട്ടൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ട്. അത് എല്ലാം ഇങ്ങനെ ഒരു ബന്ധമാണെന്നൊക്കെ പറയാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു ഈ ഭാര്യ പറയുന്ന പോലത്തെ ഒരു ബന്ധം ഉണ്ട് എങ്കിൽ അത് ഏത് എന്നൊക്കെ എനിക്ക് തോന്നുന്നത് അധികം താമസിയാതെ തന്നെ അത്തരം വിവരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ്. എന്തെങ്കിലും വിജയ്ക്കും കുടുംബ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന സംഭവം ഒന്നല്ല. വിജയ്ക്കും കുടുംബ പ്രശ്നങ്ങളുണ്ട്. അയാളും അതിൻ്റെമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നമായിട്ടൊക്കെ അയാളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ എന്തല്ലേ, എല്ലാവരും ഒരേപോലൊക്കെ തന്നെയാണ്. സുഹൃത്തുക്കളെ, ബൈ.